നമസ്കാരം. ACB ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓണവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണവർത്തമാനം നടക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനപ്രിയത കൊണ്ട് ഇതിഹാസം രചിച്ച നമ്മുടെ വലിയ കുഞ്ഞുഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ തിരുവനന്തപുരത്തുള്ള പുതുപ്പള്ളി ഹൗസിലാണ്. ഇന്ന് എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി മറിയാമ്മ ഉമ്മൻ, പ്രിയ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ, കൊച്ചുമകൻ എഫിനോവ. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ശരിക്കും ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനപ്രിയനായിട്ടുള്ളൊരു നേതാവായിരുന്നു. അത് ഉത്സവമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വീട്ടിലെപ്പോഴും ഒരു ഉത്സവാന്തരീക്ഷം ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞുവെങ്കിലും ഇന്ന് ലോകത്തെങ്ങാമുള്ള മലയാളികളും കേരളീയരൊക്കെ തന്നെ ഒരു വലിയ നേതാവായിട്ട് ജനങ്ങളോട് ഇഴുകിച്ചേർന്ന ഒരു നേതാവായിട്ട് കാണുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഓണം ഇതാ സമാഗതമായിരിക്കുകയാണ്. എന്ന് പറയുന്നു? മൂന്നാമത്തെ ഓണമാണ്. നാലാമത്തെ ഓണം. അതെ, ജൂലൈ 4 ഓണം. അപ്പോടെ ഒരു സമ്മിശ്ര വികാരമാണ്. ഉമ്മൻചാണ്ടി പോയതായ ആ വിഷമവും ശൂന്യതയും ഒരു വശത്ത്, പക്ഷെ എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെ എല്ലാം ഇന്നും അവിടെ ഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു വലിയ ആത്മസംതൃപ്തിയുണ്ട്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് നിങ്ങൾ. അത് വലിയൊരു ആശ്വാസം തരുന്നുണ്ട്. ശരിക്കും അത് എപ്പോഴും പലർക്കും പലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവർക്ക് വിശ്വാസത്തിൻ്റേതാണ്, അവർക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങളുടേതാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഉപദേശങ്ങളുടെയാണ്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൻ്റെ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ പല രൂപത്തിലാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ, MLA എന്നുള്ള രീതിയിൽ, ജനകീയ നേതാവ് എന്നുള്ള രീതിയിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അച്ഛനെ ഈ ഓണദിനത്തിൽ എങ്ങനെ ഓർക്കുന്നു? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അപ്പ ഉള്ളപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു ഓണത്തിന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗാണ്. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ക്യാൻസർ പേഷ്യൻസുമായിട്ടാണ് നമ്മുടെ തിരുവോണം നടക്കാറ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അപ്പം തിരുവോണത്തിന് തിരുവനന്തപുരത്ത് കാണും. അപ്പം എപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പം തിരുവോണ ദിവസമാണെങ്കിൽ അപ്പം തന്നെ താഴെ ഇറങ്ങി വന്നു എല്ലാ കാര്യങ്ങളും നോക്കുക എന്നിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഇവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ റാപ്പ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അപ്പം തന്നെ വന്നു നിന്നതെല്ലാം ചെയ്യുന്നതും അങ്ങനെ വളരെ വളരെ നല്ല നല്ല ഓർമ്മകളാണ്. ചെറുപ്പത്തിലാണെങ്കിൽ 10 വർഷമേ ആയുള്ളൂ നമ്മളിവിടെ ഇരുന്ന് തുടങ്ങിയിട്ട്. നമ്മുടെ ചെറുപ്പത്തിലെപ്പോഴും ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന്, അന്നൊക്കെ ഇപ്പോഴല്ലേ എല്ലാവരും ഹോട്ടലിൽ പോയി കഴിക്കുന്നതും മേശയിൽ, പണ്ട് നമ്മളെല്ലാവരും തറയിൽ ഇല വിരിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തറയിൽ ഇല വിരിച്ചിരുന്ന് കുടുംബമായിട്ട് കഴിക്കുമായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ചെറുപ്പത്തിലെ ഓർമ്മകൾ. പക്ഷേ ഇന്നിപ്പം അപ്പം ഇല്ല. അത് ഒരു വേറെ അമ്മ പറഞ്ഞതുപോലെ അതൊരു ശൂന്യത തന്നെയാണ്. പക്ഷേ എന്നും എപ്പോഴും അപ്പയുടെ പേരിൽ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് നന്മകൾ നടക്കുന്നു, ഓണാഘോഷങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നു. അപ്പം അത് നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവമായിട്ടാണ് മാറുന്നത്. അതെല്ലാം ഒരു ഓറ നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് എഫിനോവ ഈ ഓണം? തീർച്ചയായിട്ടും അപ്പ ഇല്ലാത്തതിൻ്റെ ശൂന്യതയുണ്ട്. എല്ലാ വർഷത്തെയും പോലെ അപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടായിരിക്കും നമ്മൾ എല്ലാ തിരുവോണവും കൂടുന്നതും സദ്യ കഴിക്കുന്നതും. പിന്നെ ചെറുപ്പത്തിൽ ഇപ്പം ഇതിന് മുന്നേ ആണെങ്കിൽ തന്നെ ഞാൻ തീരെ ചെറുതായിരുന്നു. പക്ഷേ ഇതേപോലെ അമ്മ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ ഇലയൊക്കെ വിരിച്ച് സദ്യയൊക്കെ കഴിച്ച് കസിൻസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നതാണ് പതിവ്. തീർച്ചയായും അപ്പം ഇല്ലാത്തത് വലിയൊരു ശൂന്യത തന്നെയാണ് എന്നുള്ളതാണ്. അതെ. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങൾ 3 പേരും പറഞ്ഞതിൻ്റെ ഒരു സദ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അലങ്കാരമാണ്. പൂക്കളവും സദ്യയുമാണ് അതിൻ്റെ അലങ്കാരം. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലെന്ന് പറയുന്നത് ഏത് സമയവും ആൾക്കാർ വരികയാണ്. അപ്പോൾ ഈ സദ്യ എന്ന് പറയുമ്പോഴേക്കും അടുക്കളയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ വന്നു പോവുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഗ്ലാസ് പേപ്പറും അല്ലെങ്കിൽ പൊക്കി പിടിച്ചിട്ടാണ് സമയം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കുറച്ചുകൂടി താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ തട്ടും, ആ തരത്തിലാണ്. മാത്രവുമല്ല ഈ എപ്പോഴും തിരക്കിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെയാണ് ആൾക്കാർക്ക് പരിചയം.
അപ്പോൾ അങ്ങനെ ആ ഒരു ദൈനംദിന ജീവിതത്തിൽ അങ്ങനെ ആകുമ്പോഴേക്കും ഓണ കാലഘട്ടത്തിലെ സദ്യവട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നത്? ഓണക്കാലത്തിൽ ഉമ്മൻചാണ്ടിയുടെ അമ്മ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പോയി അമ്മയുടെ കയ്യിൽ നിന്ന് ഊണ് സദ്യ കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരിക്കലും അത് മിസ് ചെയ്തിട്ടില്ല. അമ്മ പോയ ശേഷം പിന്നെ ഇവിടെ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. കസിൻസൊക്കെ ആയിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് ഓണമായിട്ട് നല്ല പായസമാണ് മെയിൻ. പായസം ഓണയുടെ സദ്യത്തിൻ്റെ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും കാണും. ഓക്കെ. പായസമൊക്കെ കാണും. നല്ല സന്തോഷമായിട്ട് ഇന്നത്തേക്കാളേറെ എല്ലാവരും ചെറിയ അവിടെ ഇവിടെ അങ്ങ് പോയി. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഒത്തുകൂടുന്നൊരു സമയമാണ് ഓണം, ക്രിസ്മസ്. പ്രത്യേകിച്ച് ഓണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഈ രാഷ്ട്രീയത്തിന്റെ തിരക്കിനിടയിൽ അദ്ദേഹത്തെ കിട്ടുമായിരുന്നു. ഓണം നിർബന്ധമായിട്ട് ഇത് പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഓണം ഉച്ചയ്ക്ക് ഊണ്, അതുപോലെ ക്രിസ്മസ് രാവിലെ കാപ്പി കുടിക്കുക, അല്ല ഈസ്റ്റർ രാവിലെ നിന്ന് കാപ്പി കുടിക്കുക എന്നുള്ളത് മെയിൻ പരിപാടി. ഉച്ചയ്ക്ക് ഓണസദ്യ കൊണ്ടിരിക്കും. എന്തായാലും എങ്ങനെയാണ് ഈ പാചകമൊക്കെ? പാചകം ഞാൻ എങ്ങനെ പാചകം ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. അച്ചു ആണെങ്കിൽ നന്നായിട്ട് കുക്കിയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ വലിയ പാചകത്തിലോട്ട് വലിയ ഏർപ്പെടുന്നതിനാണല്ലോ. അമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. സൺഡേസ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് തരുമായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഈ പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. അതുപോലെ തന്നെ ഒരു കലയാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന് ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ടുള്ള ഒന്നാണ് സദ്യാപൂക്കളം പാട്ട് എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ മറിയ ഉമ്മൻ നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ചെറുപ്പത്തിലെ അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ പാട്ടിനോടൊരു താല്പര്യം, എന്നും സംഗീതം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. ചെറിയൊരു പാട്ട് പാടാം. പാചകത്തിലോട്ട് അധികം പാട്ടിലോട് വലിയ താല്പര്യമാണ്. അത് ഭയങ്കര വലിയൊരു കലയാണ്. നമ്മൾ ഏതൊരു അവസരത്തിലും നമ്മൾ എത്ര ഒരു വിഷമിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ലൊരു പാട്ട് കേട്ട് അപ്പൊ പോസിറ്റീവ് എനർജി നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തരുന്ന ഒരു മീഡിയമാണ് പാട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് തന്നെ ഒരു കൊയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതൊരു ചെറിയ പിള്ളേർ തൊട്ട് വലിയ പ്രൊഫഷണൽസ് വരെ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഒരു സംഗീത കൂട്ടായ്മയാണ്, ഒരു സ്നേഹ കൂട്ടായ്മയാണ്. ഇത് 2026 ഞങ്ങളുടെ 15ാം വാർഷികമാണ്. അത് ഉദ്ഘാടനം ചെയ്തത് 2012 അപ്പം തന്നെയാണ്. അപ്പം മുത്ത് 5 വയസ്സിൽ ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ കൊയർ മെലോഡി എന്ന പേര് തുടങ്ങിയത്. അത് ഞങ്ങൾ ചാരിറ്റി ബേസ്ഡ് കൊയർ ഗ്രൂപ്പാണ്. അപ്പം അങ്ങനെ സംഗീതത്തിന്റെ പല പല മേഖലകളിൽ അതിന്റെ ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇതൊക്കെ ഇപ്പൊ പിന്നെ പാട്ടിലോട്ടൊന്നും ഇല്ല. പക്ഷെ ചെറുപ്പത്തിലെ നിർബന്ധിച്ചുകൊണ്ട് പാട്ടിലൊക്കെ വരുമായിരുന്നു. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര ഗീതം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര ഗീതം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ. ഓർമ്മയ്ക്ക് പേരാണിത് ഓണം എന്നൊരു കവി പറഞ്ഞിട്ടുള്ളത് പോലെ എപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മ നമ്മളിങ്ങനെ ഓരോ ചിത്രങ്ങളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. എപ്പോഴും നമ്മൾ ഈ കാണുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു ജനപ്രിയ നേതാവിൻ്റെ ആ ഒരു പുഞ്ചിരി തൂകിയിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു മുഖമാണ് എല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നിരീക്ഷിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ വരുന്നവരെയൊക്കെ തന്നെ അദ്ദേഹം നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഉടനെ തന്നെ ചെയ്തു കൊടുക്കുകയും അത് പൊതുജനങ്ങളാകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെയുള്ള ഉദ്യോഗസ്ഥരുടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴേക്കും ഒരുപാട് ശുപാർശ കത്തുകൾ നൽകാറുണ്ട്. അതേപോലെ തന്നെ ശുപാർശ കത്ത് ആര് വന്നാലും MLA ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ആയിരിക്കുമ്പോഴേക്കും മന്ത്രിയായിരിക്കുമ്പോഴേക്കും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴേക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അവർക്കൊക്കെ ഈ ഉപദേശങ്ങളും അതേപോലെ തന്നെ ശുപാർശ കത്തുകളും കൊടുക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിനിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നതായിട്ടും വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ നമ്മുടെ ഡി ബാബുപോൾ സാറ്
അതിന് അദ്ദേഹം ലിൻഡന് കത്ത് കൊടുത്ത്. അതെ, ഈ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് കാണാൻ പോയാലും ഈ വരുന്നത് എൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ്, വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അത് കേട്ടിട്ടുണ്ടോ? ബാബുക്കോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുക? അദ്ദേഹത്തെ കുറിച്ച് ഒരു ട്രൂ പിക്ചറാണ് അത്. നമ്മളെ സാധാരണക്കാരൊക്കെ വ്യത്യസ്തനായിട്ട് ഒരാൾ അടുത്ത് വരുമ്പോൾ അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. ഒരാൾ വരുന്നത് എത്ര രൂപ ചിലവാക്കിയാ വരുന്നത്, അവിടുന്ന് കഷ്ടപ്പെട്ട് വന്നു, സമയം ചിലവഴിച്ചു, ഇവിടെ വന്നു, പൈസയും ചിലവഴിച്ചു. സാധാരണ എല്ലാം പാവപ്പെട്ടവരായിരിക്കും വരുന്നവർ. പണക്കാർ വന്നാലും പാവപ്പെട്ടവർ വന്നാലും ഒരേ ട്രീറ്റ്മെൻറ്റ് ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുള്ളൂ. ഇല്ല, അവർക്ക് കൊടുക്കുന്ന ബഹുമാനം ഇവർക്കും കൊടുത്തിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു മഹാത്മ്യം ഇവിടെ അതർ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ പൊതുജനങ്ങളോടുള്ള സമ്പർക്കം വളരെ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീ ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും അച്ഛൻ്റെ പാത സ്വീകരിച്ച് അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോഴും ഈ ആളാരവം എന്ന് പറയുന്നത് വീട്ടിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആരവത്തെ എങ്ങനെ കാണുന്നു? ആരവം ഈ പാവങ്ങളായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഇവിടെ ഭയങ്കരമായിട്ട് പുതുപ്പില്ല മിക്കവാറും. ഉമ്മൻചാണ്ടി അങ്ങനെ ആഴ്ച 1-2 ദിവസത്തിൽ ഇവിടെ കാണും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 1-2 ദിവസം ഇവിടെ കാണും, ആൾക്കാർ കാണും. ആ ഒരു ശൂന്യത ഉണ്ട് ഇവിടെ. ചാണ്ടിപ്പോലുള്ളപ്പോൾ ഒരുപാട് യൂത്താ വരുന്നത്, ആ ഏജ് ഗ്രൂപ്പ്. പിന്നെ കുറച്ച് പേര് കാണാനും വരും. കാര്യം വെച്ചാൽ മിക്കവാറും അങ്ങ് പുതുപ്പള്ളിയിലൊക്കെ ആയിരിക്കും, തിരുവനന്തപുരത്ത് ഇല്ലല്ലോ. കുറച്ച് ആൾക്കാർ കുറേ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഓണവർത്തമാനത്തിനിടയിൽ തന്നെ ഈ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ ജനകീയ നേതാവിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം, മുമ്പ് തന്നെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോഴേക്കും എപ്പോഴും ഉയർന്നു കേൾക്കുന്ന പേരാണ് മറിയ ഉമ്മൻ്റേത്. അത് പലപ്പോഴും വന്നിട്ടുമുണ്ട്. എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? അത് പറഞ്ഞല്ലോ, അപ്പയുടെ മരണത്തിലായിരിക്കാം ഞങ്ങൾ ഉൾപ്പെടെ അപ്പ ഇത്രയും ആയിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ ഒരിക്കലും വീട്ടിൽ ഇരുന്നിട്ടില്ല, അപ്പോൾ തിരക്കാണ്, ജനസമ്പർക്കം നടത്തി എന്നൊക്കെ നമുക്കറിയാമെങ്കിലും അപ്പയുടെ മരണത്തിലാണ് ആ യാത്ര നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ. ആ ബസ്സിലിരുന്നവരുടെ ആ അനുഭവം എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വ്യക്തിക്ക് ഇനി അത് തിരിച്ചു കിട്ടുന്നു. അത് അതൊരു അനുഭവം തന്നെയായിരുന്നു. ഒരു വ്യക്തി മരിക്കുമ്പം ഇത്രയേറെ അതൊരു പ്ലാൻഡ് മൂവോ ഒരു പാർട്ടി സംവിധാനമോ ഒന്നുമായിരുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ അങ്ങ് ഇടിച്ചു കയറി വന്ന് അവര് സ്വന്തമായി വന്ന് രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ റോഡരികിൽ വന്ന് നിൽക്കുന്നതാണ്. നമുക്ക് എന്തായിരിക്കും അവരുടെ വികാരം? അത് മാത്രമല്ല, അങ്ങനെ വന്ന് നിൽക്കുന്നവരെക്കാളും ലക്ഷങ്ങൾ വീട്ടിലിരുന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള പലരും പറഞ്ഞു 2-3 ദിവസം കുക്കിംഗ് പോലും പലരും നിർത്തിവെച്ച് കാണുക ടിവിയുടെ മുമ്പിലായിരുന്നു. എന്ന് വെച്ചാൽ ചാനലിൽ തന്നെ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു 5-10 സെക്കൻഡത്തേക്ക് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് വ്യൂവർഷിപ്പ് ഡൗൺ ആവും. ബിക്കോസ് അപ്പം അതുപോലെ അത് എന്തായിരിക്കും പ്രതിഭാസം? അതിനെക്കാട്ടി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മരണത്തിൽ പല വലിയ വലിയ നേതാക്കന്മാർക്കും അവർക്ക് വലിയ ഗംഭീരമായ അടക്കം ലഭിച്ചു കാണും. അപ്പൊ മരിച്ച് 3 വർഷം കഴിഞ്ഞു, ഇന്നും ആ കല്ലറ ഒരിക്കലും അത് ഭയങ്കര വലിയൊരു ആർക്കും എന്താണ് അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇന്നിപ്പം അന്ന് മരണസമയത്തോ മരണത്തിൻ്റെ ഒരു 40 ദിവസമോ ഒക്കെ നമുക്ക് പറയാം, മീഡിയക്കാരുണ്ട്, ചാനലുകാരുണ്ട്, ഇതൊക്കെ കുറച്ച് ഷോയ്ക്കാണ്. ഇന്ന് അവിടെ രാത്രി 12 മണിക്ക് വേണേൽ പൊയ്ക്കോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മിക്കവാറും സമയങ്ങളിൽ ആ കല്ലറ ഒഴിയാറില്ല. അത് വളരെ സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് അവരുമായിട്ടുള്ള ആത്മബന്ധമുള്ളവർ, ആത്മബന്ധമില്ലാത്തവർ വന്ന് അവിടെ വന്നിട്ട് അത് ഒന്നും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ചില്ല അല്ലല്ലോ. അപ്പം അത് തന്നെയാണ് അപ്പ എന്ന് പറഞ്ഞ വലിയ ഒരു പ്രതിഭാസമോ ഇതിഹാസമോ ഒക്കെ. അപ്പം എൻ്റെ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള രീതിയിലാണ് അത് കേട്ടു തുടങ്ങിയത്. അത് ഭയങ്കര വലിയ ഒരു എന്താ പറയുക, നമുക്കൊരിക്കലും അതൊരിക്കലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, ഒരിക്കലും നമുക്ക് ഒരു സാധനം വാങ്ങിക്കാം, ഒരിക്കലും അത് അപ്പ ഞങ്ങൾക്ക് കുടുംബത്തിന് വെച്ച്
പോയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. ജനപ്രതിനിധിയായിട്ട് വരാൻ സാധ്യതയുണ്ട്? അതൊക്കെ ഇപ്പം ഞാനൊരു ഒരു 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 റോളിലിരിക്കുകയാണ്, ജോലിയുണ്ട്, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒരുപാട് ഇടപെടാറുണ്ട്, പൊളിറ്റിക്കലായിട്ട് പരിപാടികൾക്ക് പോകാറുണ്ട്. അതിൽ തുടർന്ന് പോകാനാണ് ഇപ്പോഴുള്ള താല്പര്യം. പക്ഷെ എവിടെ ചെന്നാലും ആ ഒരു സ്വീകാര്യത നമ്മളെ കൂടുതൽ എനർജൈസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു ഇത് വരുന്നത് പോലെ നോക്കാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ, അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അമ്മ ഒരു കലാകാരിയാണെങ്കിലും അഭിനവ് പ്രധാനമായിട്ടും സ്പോർട്സിൽ അല്ലേ, ഗെയിംസിൽ വളരെ തൽപരനാണ്. അപ്പോൾ ആ ഒരു വിശേഷം? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ആണ്. ഓക്കെ. എനിക്ക് അപ്പയുടെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് വാങ്ങാൻ, ട്രോഫി വാങ്ങാനുള്ള ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഏതിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ടെന്നീസ്. ഓക്കെ. 5.5 വയസ്സ് തൊട്ട് കളിച്ചു. 5.5 വയസ്സ് മുതൽ കളിക്കുക? അതെ. അമ്മ ഇതേപോലൊരു സമ്മർ ക്യാമ്പിന് കൊണ്ട് ചേർത്തതാണ്. പിന്നീട് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നീട് പ്രൊഫഷണലി കളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതേപോലെ ഒരു ടൂർണമെൻറ്റ് അണ്ടർ-10 ഇതേപോലെ ചാമ്പ്യൻ ആയപ്പോൾ അപ്പ മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അപ്പയുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ 2021 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനും അപ്പയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് മറിയക്കുട്ടിക്കും അതുപോലെ മന്ത്രിയാക്കിയപ്പം ഒരു അവാർഡ് കൊടുത്തു, ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡ് 10th സ്റ്റാൻഡേർഡ്. അപ്പയായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പയും അമ്മയും കൂടെ ആയിരുന്നു അന്ന് വന്നത്. അപ്പം അപ്പയാണ് എനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡ് 10th വെച്ച് തരുന്നത്. പിന്നെ മോള് അതോടെ അപ്പയ്ക്ക് സല്യൂട്ട് കൊടുത്ത് അന്ന് സ്വീകരിച്ചത് ഞാൻ. സല്യൂട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പി കൊടുത്തിട്ടുണ്ട്, കേരള പ്രസിഡന്റിലും കൊടുത്തിട്ടുണ്ട്. ഒരു ജനകീയ നേതാവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് ആൾക്കാരെ എല്ലാം ഒരുപോലെ കണ്ടിരുന്ന, അതേപോലെ തൻ്റെ ജനങ്ങളെ പിന്നെ ജാതിഭേദമന്യേ ഒരുപോലെ കണ്ടിരുന്ന ഒരു ആളിൻ്റെ മകളാണ്. അങ്ങനെ നോക്കുമ്പോഴൊക്കെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരു നമ്മുടെ കണ്ണുനീര്, അന്യൻ്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരാണെന്ന് കണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഓണത്തിൻ്റെ ഒരു മാധുര്യം വരുന്നത്. ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചാരിറ്റി ഇന്നിപ്പം ഞാൻ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ചാരിറ്റി 10-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പയുടെ മരണശേഷമായിരിക്കാം അത് ആളുകൾ കൂടുതൽ അറിഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയുടെ ആത്മാവും ഏറ്റവും സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അപ്പ ഏറ്റവും കൂടുതൽ മരിക്കുന്ന, ആരോഗ്യം തീരെ പോകുന്ന അവസ്ഥയിലും അപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റുള്ളവരെ സഹായിക്കണം. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, സഹായിക്കണം. അപ്പം അത് ഞങ്ങൾ പറയുന്നവരുണ്ട്, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആളുകളെ സഹായിക്കാം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മലയാളികളുണ്ടോ, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചാണ്ടി ഒരുപാട് ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പല പല മേഖലകളായിട്ട് വീടുകൾ തന്നെ ഒരുപാട് വെച്ചു കൊടുക്കുന്നുണ്ട്. 10-50ഓളം വീട് കഴിഞ്ഞ 2.5 വർഷത്തിൽ ചെയ്തു. ഇനിയും അടുത്ത 5 ഇയേഴ്സിലേക്ക് 100 or 200 ഹൗസസ് അപ്പയുടെ പേര് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ചാരിറ്റി ചാണ്ടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഫണ്ടൊക്കെ കണ്ടെത്തുന്നത് അത് ഒരു സ്പോൺസേഴ്സ് ചെയ്ത് അവരങ്ങ് കൊടുക്കുവാണ്. പക്ഷെ ഞാൻ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഓണത്തിന് കാര്യം പറഞ്ഞു, ലോകത്ത് എവിടെയുള്ള മലയാളികളും അപ്പയുടെ പേരിൽ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്താൽ ഇത്രേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അപ്പയെ മലയാളികൾ ജീവിപ്പിക്കുകയാണ്. ഇപ്പം നാളെ തന്നെ എൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യം എന്നോട് ഒരു വീഡിയോ ചോദിക്കും. അപ്പം എല്ലാ ദിവസങ്ങളും നമ്മുടെ അടുത്ത് വീഡിയോ തരാമോ, ആശംസ തരാമോ. പിന്നെ ഞങ്ങൾ തന്നെ പോകുന്നത്, അമ്മ പോകുന്നത്, ഞാൻ പോകുന്നത്, ചാണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അച്ചുവാണെങ്കിൽ ഗൾഫിൽ പോകുന്നത്, അങ്ങനത്തെ ഒരുപാട് മലയാളികൾ ഒരുപാട് നന്മ പ്രവർത്തികൾ അപ്പയുടെ പേരിൽ ചെയ്യുകയാണ്. അത് തന്നെയായിരിക്കും അപ്പയ്ക്ക് കൊടുക്കാവുന്ന, അവർ തിരിച്ചു നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹവും. അപ്പയുടെ ആത്മാവ് ഏറ്റവും സന്തോഷിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ
ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്തുമാത്രം മലയാളികളെ സ്നേഹിച്ചോ അത് ഇരട്ടിയായിട്ട് അവർ ഈ ഓരോ പ്രവർത്തനങ്ങളിൽ കൂടെ ചെയ്യുകയാണ്. ഓരോ ബർത്ത്ഡേയും അപ്പയുടെ ഡെത്ത് ആനിവേഴ്സറിയും വരുമ്പം അനുസ്മരണങ്ങളോടൊപ്പം ചാരിറ്റി നടക്കുന്നു. എന്ത് പരിപാടി വരും, ഉമ്മൻചാണ്ടി അവാർഡുകൾ കൊടുക്കുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, വീടുകൾ നൽകുന്നു, ഒരുപാട് സഹായങ്ങൾ ലോകമെമ്പാടും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് ഇപ്പം അനർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനവും പൊതുജനങ്ങളത് ഏറ്റെടുത്ത് നടത്തുന്നതും അന്ന് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരത് വീണ്ടും പുറപ്പെടുവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനപ്രിയ നേതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനിരുന്നു കഴിഞ്ഞാൽ സമയം ഇതൊന്നും പോരാ എന്നുള്ളതാണ്. നമുക്കിത് സമയബന്ധിതമായി തീർക്കുകയും വേണം. അപ്പോൾ ഈ ഓണത്തിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു പാട്ടോടുകൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാത്തുമ്പി വന്നൂടി, എന്നോടൊപ്പം പോന്നൂടി. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാത്തുമ്പി വന്നൂടി, എന്നോടൊപ്പം പോന്നൂടി. ഓണം ഓണം പൊന്നോണം അത്തം പത്തിന് തിരുവോണം. ശരിക്കും ഈ ഓണവർത്തമാനത്തിൽ ഓണത്തെ അനർത്ഥമാക്കുന്ന പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഓണം ഏറ്റവും കൂടുതൽ മധുരതരമാകട്ടെ, അന്യൻ്റെ കണ്ണീരൊപ്പിക്കൊണ്ട് ഓണത്തെ നമ്മൾ മാറോട് പിടിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തോടാണ് ചേരുന്നത്. അതുകൊണ്ടാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നാമധേയം സമാനതകളില്ലാത്ത ജനനായകൻ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു വച്ചിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് കരുതലിൻ്റെ, തലോടലിൻ്റെ, കൂടിച്ചേർക്കലിൻ്റെ ഒരു സ്നേഹമാണ്. ആ പേരാണ് ഓണം. ആ ഓണത്തെ അനർത്ഥമാക്കുന്ന ഈ ഓണവർത്തമാനത്തിൽ നമ്മളോട് സംബന്ധിച്ചതിന് എല്ലാവിധ ഓണാശംസകളും.